നമസ്കാരം. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ മൂത്ത സഹോദരനും തന്റെ ഗുരുതുല്യനുമായിരുന്ന ഗോപിനാഥൻ നായർ അന്തരിച്ചത്. കൊല്ലം അമൃതപുരിയിലെ അന്തേവാസിയായിരുന്നു വർഷങ്ങളായി അദ്ദേഹവും ഭാര്യയും. 14 വർഷങ്ങളായി അമൃതാനന്ദമയുടെ സേവകരായി ജീവിച്ചു പോരുകയായിരുന്നു. ഏകമകൾ വിദേശത്താണ്. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം. കുഞ്ഞുനാൾ മുതൽക്കേ അമ്മാവനുമായി അടുത്ത ബന്ധമായിരുന്നു മോഹൻലാലിന്. നടൻ മോഹൻലാൽ എന്ന പേരും സഹോദരൻ പ്യാരിലാൽ എന്ന പേരും നിർദ്ദേശിച്ചത് ഈ അമ്മാവനായിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും നിമിഷങ്ങളും എല്ലാം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ആത്മീയ പാതയിലേക്കുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതും അമ്മാവൻ ഗോപിനാഥനായിരുന്നുവെന്നും അദ്ദേഹം അടുത്തിടെ ഓർത്തിരുന്നു. എന്നാൽ അമ്മാവനോട് ചെറുപ്പം മുതൽക്കേ അഭേദ്യമായ ബന്ധമുള്ള ലാലേട്ടൻ എന്തുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാഞ്ഞത് എന്ന ചോദ്യം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ ആദരാഞ്ജലികൾ നേരാൻ എത്തിയെങ്കിലും എന്തുകൊണ്ട് ലാലേട്ടൻ വന്നില്ല എന്ന ചോദ്യവും മോശമായ തരത്തിലുള്ള പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ഇപ്പോഴത്തെ അതിനുള്ള ഉത്തരമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ. പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവിനെയും മകളെയും കാണാനും അമ്മാവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കാനും എത്തിയതാണ് ലാലേട്ടൻ. അമ്മാവന്റെ മരണസമയം വിദേശത്തായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അവിടെ നിന്നും പുറപ്പെടാൻ ആകാഞ്ഞതിലുള്ള സങ്കടം ഏറെ ഉണ്ടായിരുന്നു. പ്രിയ സുഹൃത്ത് ആന്റണി പെരുമ്പാവൂരിന് ഒപ്പമാണ് ലാലേട്ടൻ ആശ്രമത്തിലെത്തിയത്. അമ്മാവന്റെ മകൾ ഗായത്രിയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചാണ് മടക്കം. ഒപ്പം മാതാമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹവും തേടി. അമ്മാവന്റെ ഏകമകൾ ഗായത്രി ഓസ്ട്രേലിയയിൽ കോളേജ് പ്രൊഫസറാണ്. അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടന്ന് വിശേഷങ്ങൾ പറയുന്ന വീഡിയോ ഒക്കെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അമ്മയെ ആദ്യമായി കാണിക്കുന്നതും ആ പാത നിർദ്ദേശിക്കുന്നതും അമ്മാവൻ ഗോപിനാഥൻ നായരാണ്. വീണ്ടും ഉടനെ ആശ്രമത്തിലേക്ക് എത്തുമെന്ന വാക്ക് നൽകിയാണ് മോഹൻലാൽ മടങ്ങിയത്. വളരെ വർഷങ്ങൾക്ക് മുൻപേ വള്ളിക്കാവിൽ അമൃതാനന്ദമയെ കാണിച്ചു നൽകുന്നതും പിന്നീട് ആ വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും അദ്ദേഹമായിരുന്നു. അമ്മ ശാന്തകുമാരിയുടെ എല്ലാ ചികിത്സകളും അതിന് ഫലം കിട്ടാനും കാരണം അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹമാണെന്നും അടുത്തിടെയും മോഹൻലാൽ പറയുകയുണ്ടായി. അമൃതാനന്ദമയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ മോഹൻലാൽ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വന താങ്ങായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും എല്ലാവരോടും 2 വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു. എന്റെ അമ്മ കഴിഞ്ഞ 13 വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷിക്കാനും പങ്കിടാനും ആക്കി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റു പ്രവർത്തകരുടെയും ആത്മസമർപ്പണത്തോടെയുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ്. അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്ക് എന്റെ വീട് തന്നെയായിരുന്നു. അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്റെ താമസം. ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാമൃതാനന്ദമയി ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹ പരിചരണവും കൊണ്ടാണെന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. 52 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മാവനോടൊപ്പം വള്ളിക്കാവിൽ അമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ. 52 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വർഷമാണ്. ഇന്ന് ഈ വേദിയിൽ അതിഥിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. അമ്മയുടെ ദീർഘവീക്ഷണത്തിൽ പിറന്ന് കേരളത്തിന്റെ അഭിമാനമായി മാറിയ ലോക നിലവാരത്തിലുള്ള ഈ ആശുപത്രിയും ന്യൂറോ വിഭാഗവും ഇനിയും ആതുര സേവന ശുശ്രൂഷ രംഗത്ത് അമ്മയുടെ ഇച്ഛയും അനുഗ്രഹവും പോലെ തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും ആശ്വാസവും ആകട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അമൃതാനന്ദമയി ഭക്തനാണ് മോഹൻലാൽ. മോഹൻലാലിനെ പോലെ ഒരു വിഭാഗം അമൃതാനന്ദമയി ഭക്തർ ഉണ്ടെങ്കിലും ആൾദൈവം എന്ന നിലയിൽ മോഹൻലാലിനെ പോലെ ഒരു പ്രശസ്ത വ്യക്തി മാതാ അമൃതാനന്ദമയെ ആരാധിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. 2 വർഷം മുമ്പ് അമൃതാനന്ദമയുടെ സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടിയ മോഹൻലാലിന്റെ വീഡിയോ വൈറലായിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും സൈബർ അറ്റാക്കുമായിരുന്നു മോഹൻലാലിന് നേരെ വന്നിരുന്നത്. മുമ്പൊരിക്കൽ മോഹൻലാൽ അമൃതാനന്ദമയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്ന ആളാണ് ഗുരു. ഗുരുവെന്നോ അമ്മയെന്നോ ചൈതന്യമെന്നോ വിളിക്കാം. എനിക്ക് ഏതാണ്ട് 40 വർഷത്തോളമായി അമ്മയെ അറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മാവിന്റെ കൂടെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മാത്രം പേഴ്സണൽ ആണല്ലോ. പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു. എനിക്ക് മറുപടി കിട്ടേണ്ട പലതും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടി. എന്നോട് ഒരിക്കൽ ഒരു മാധ്യമം 50 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ഒരു മഹത് വ്യക്തിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പേരാണ്. അമ്മ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സോളാണ്. ഒരു ജന്മം കൊണ്ട് കിട്ടുന്നതല്ല അത്. ഒരുപാട് ജന്മം കൊണ്ട് ഒഴുകി വന്ന ശുദ്ധീകരിച്ച ഒന്നാണ് റിഫൈൻഡ് സോൾ. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ അമ്മയെയാണ്. അമ്മയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ആ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ അമ്മയെ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വളരെ വിചിത്രമായ സംശയങ്ങൾ ഉള്ളപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും. കഥ പറയും പോലെ അമ്മ എനിക്ക് അത് പറഞ്ഞു തരും. ഓരോ സിനിമ തുടങ്ങും മുമ്പ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കും. ഏതോ ഒരു ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ സംസ്കൃത നാടകം ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല മോനെ, നീ ധൈര്യമായി ചെയ്തോളൂ എന്ന്. ഞാൻ ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഒന്നുകൂടി ചെയ്യാമോ എന്നും ചോദിച്ചുവെന്നുമാണ് തന്റെ അനുഭവം പങ്കുവെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നത്. തന്റെ അനുഭവങ്ങളാണ് തന്നെ മാതാമൃതാനന്ദമയിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് മോഹൻലാൽ പറയുന്നത്. ആത്മീയതയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അമൃതാനന്ദമയുടെ ഭക്തനാണ് താരം.
ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം ആശ്രയം വെക്കുന്നത് അമൃതാനന്ദമയിലാണ്. അക്കാര്യം താരം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളത്തിൽ അമൃതാനന്ദമയിക്കെതിരായ വിവാദങ്ങൾ കത്തി നിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ. അമൃതാനന്ദമയെ യഥാർത്ഥ മാലാഖയെ എന്നാണ് മുമ്പൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത്. ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമൃതാനന്ദമയും പറഞ്ഞിരുന്നു. ലാലുമോൻ എന്നാണ് നടനെ വിശേഷിപ്പിക്കാറുള്ളത്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ അമ്മയെ കാണാൻ വരാറുണ്ട്. അന്നേ ധ്യാനത്തിലും ആത്മീയതയിലും ലാലുമോൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്ത ശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മികമായി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ടായിരിക്കും കഥാപാത്രങ്ങളെ ഇത്രയും താനുമായി ഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലുമോന് കഴിയുന്നത്. എന്നാൽ ഏത് വേഷം കിട്ടിയാലും ആള് മാറാത്ത പോലെ കണ്ണാടിയിൽ കാണുന്ന ഛായ സ്വരൂപം മാത്രമല്ല, അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിന്റെ കൂടെ ഉടമയാണ് എന്ന ബോധവുമുള്ള ആളാണ്. അതോടൊപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കാനുള്ള കൂടുതൽ ശക്തി ലാലുമോൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അമൃതാനന്ദമയി അവസാനിപ്പിച്ചത്. അതേസമയം മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകൾ വൻ കുതിപ്പാണ് നടത്തുന്നത്. റീ റിലീസ് ചിത്രത്തിന് പോലും റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത്. അതേസമയം ഛോട്ടാ മുംബൈ പ്രദർശനത്തിനെത്തി 2 ദിവസത്തിനുള്ളിൽ 1.2 കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരുന്നു. റീ റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് 40 ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ്. തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിയത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം കണ്ണപ്പയുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് നടന്നത്. തെലുങ്ക്, ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകൾ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. വിഷ്ണു മഞ്ജു ആണ് ചിത്രത്തിലെ നായകൻ. ജൂൺ 27-നാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. ലാലേട്ടനൊപ്പം പ്രഭാസ്, അക്ഷയ് കുമാർ എന്നീ താരങ്ങളും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ആശീർവാദ് സിനിമാസ് ആണ് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്.